ബിഗ് ബോസ് വീടിനുള്ളിൽ രാവിലെ തന്നെ കലാപം അണപൊട്ടി ഒഴുകാൻ തുടങ്ങിയിരിക്കുകയാണ്. രാവിലത്തെ പ്രശ്നം ഇതാണ്. ജാസ്മിൻ ടിഷ്യൂ ഉപയോഗിച്ചതിന് ശേഷം ബെഡിൽ വെച്ചിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോയി. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് ക്യാപ്റ്റൻ ജിൻഡോ പരിശോധനയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഇത് ബെഡിൽ ഇരിക്കുന്നത് കണ്ടു. അത് എടുത്തു മാറ്റുവാൻ വേണ്ടി ജാസ്മിനോട് ആവശ്യപ്പെടുന്നു. പറ്റില്ല എന്ന് ജാസ്മിൻ കട്ടായം പറയുന്നു. പറ്റില്ല എന്ന് പറയുവാനുള്ള കാരണം ജാസ്മിൻ നിരത്തുന്നതാണ്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനൊരു രീതിയുണ്ട്. മുഖത്ത് നോക്കി ഇടിക്കുന്ന രീതിയിൽ മുമ്പിൽ നിന്നുകൊണ്ടല്ല വന്നു പറയേണ്ടത്. ഓരോ കാര്യങ്ങളും ഇതിപ്പോൾ ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, മറ്റാരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുന്നത്. ആ വിഷയം പറഞ്ഞുകൊണ്ട് അവിടെ ഏകദേശം 1 മണിക്കൂറിലധികം പ്രശ്നങ്ങൾ ഒന്നിൽ നിന്നും ഒന്നിലേക്കായി നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ജാസ്മിൻ അകത്തേക്ക് വരുന്നു. അകത്ത് വന്നിട്ട് സോഫയിലിരിക്കുകയാണ്. സോഫയിലിരിക്കുന്ന സമയത്ത് 2 കാലും പൊക്കി സോഫയിലാണ് ജാസ്മിൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് ഒരു ഇഷ്യൂ ആക്കി ജിൻഡോ വീണ്ടും മാറ്റുകയാണ്. ബാത്റൂമിൽ പോലും ഇവൾ ചെരുപ്പ് യൂസ് ചെയ്യാറില്ല. ഈ വീട്ടിൽ വൃത്തിക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. പക്ഷേ ജാസ്മിൻ അത് മൈൻഡ് ചെയ്യാറില്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഈ ബാത്റൂമിൽ പോയ കാലും വെച്ചുകൊണ്ടാണ് ജാസ്മിൻ വന്നിട്ട് ഈ ബെഡിൽ കയറി കിടക്കുകയും സോഫയിൽ കയറിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ നമ്മളൊക്കെ അവിടെ പോയിട്ടാണ് കുണ്ടികുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രോഗം പകരുവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഈ വീട്ടിലെ ആൾക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതിന്റെ വലിയൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഈ ബഹളം നടക്കുന്ന സമയത്ത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിബിൻ വരികയാണ്. സിബിൻ ജാസ്മിനോട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ജാസ്മിൻ നിന്റെ കാലിൽ അഴുക്കാണ്, ആ കാലുമായിട്ട് നീ ബെഡ്റൂമിൽ കയറി കിടക്കുകയും ഇതുപോലെ സോഫയിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് സിബിൻ ഗുണദോഷിക്കാൻ ചെല്ലുന്നു. അപ്പോഴേക്കും ജിൻഡോ ഇരട്ടി ശക്തിയോടുകൂടി ആഞ്ഞടിക്കുന്നു. പിന്നെ അവിടെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹളം കനക്കാൻ തുടങ്ങിയപ്പോഴേക്കും കൗണ്ടർ അടിച്ചുകൊണ്ട് ജാസ്മിൻ വന്നത് മറ്റൊരു വിഷയമാണ്. നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നത് പോലും കുപ്പിയും വെള്ളവുമായിട്ടല്ലേ? ആ കുപ്പിയും വെള്ളവുമായിട്ടാണ് നിങ്ങൾ തിരിച്ചിറങ്ങി വരുന്നത്. അതാണ് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന മേശയിലും അതുപോലെ പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് വെക്കുന്നത്. അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ടേബിളിൽ പോലും കൊണ്ടുവന്ന് നിങ്ങൾ ആ സാധനം വെക്കാറുണ്ട്. അതിനൊന്നും ഇവിടെ പ്രശ്നമില്ലേ? ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ തുടങ്ങുമ്പോൾ കക്ഷത്തിലിരിക്കുന്നത് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടൻ തന്നെ ജിൻഡോയുടെ മറുപടി, കക്ഷത്തിലുള്ളത് ഞാൻ വടിച്ചു കളഞ്ഞടി. ജിൻഡോയുടെ ഈ ഡയലോഗ് കേട്ടപാടെ സിബിൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. സൂപ്പർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും റോസ്മിൻ അതിനകത്ത് കയറി. അൺപാർലമെന്ററി വേർഡുകൾ, ഇത്തരത്തിലുള്ള വളരെ മോശമായ വാക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മാസാണ് എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ ഈ കൈയടിച്ച് ചിരിച്ചോണ്ട് പോകുന്നത്? അത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിബിൻ വെട്ടിലായി. സിബിൻ പെട്ടെന്ന് പറയുകയാണ്, ഞാൻ ചിരിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് അയാളാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാൻ ചിരിച്ചത് തെറ്റായിപ്പോയി, അത് മോശമാണ്, ഞാൻ ഇപ്പോൾ തന്നെ സോറി പറയുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് സിബിൻ അതിനകത്തൊന്ന് പതിയെ തലയൂരി. ഇവിടെ 2 കാര്യമുണ്ട്. ഒന്ന്, ജാസ്മിന്റെ വിഷയത്തിൽ ജാസ്മിൻ നേരത്തെ തന്നെ പറഞ്ഞു 2 ദിവസം കൂടിയിരിക്കുമ്പോൾ മാത്രമേ കുളിക്കുകയുള്ളൂ എന്ന്. മാത്രവുമല്ല, വൃത്തിയുടെ കാര്യത്തിൽ ജാസ്മിൻ വളരെ പിറകിലാണ്. ഈ ടിഷ്യൂസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടെ കളഞ്ഞിട്ട് പോവുക എന്നുള്ളത്, ചെരുപ്പിടാതെ ആ പൊടിക്കകത്തൂടെയും ഈ ബാത്റൂമിലെ അഴുക്കിനകത്തൂടെയും ഒക്കെ നടന്നതിന് ശേഷം അതുമായിട്ട് ബെഡ്റൂമിലും സോഫയിലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങേയറ്റം വൃത്തികെട്ടൊരു കാര്യം തന്നെയാണ്. അതാണ് ഇപ്പോഴവിടെ സംസാരിക്കുകയും ചെയ്യുന്നത്. ജാസ്മിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ജാസ്മിൻ ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും വിളിച്ചു പറഞ്ഞിട്ടും, അതായത് കൂടെ നിൽക്കുന്ന റസ്മിൻ, അപ്സര ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിച്ചിട്ടും ആ കാല് സോഫയിൽ നിറക്കാൻ തയ്യാറായില്ല. ജാസ്മിൻ പറയുന്നൊരു കാര്യമുണ്ട്, പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുസരിക്കും. ഇത് മനുഷ്യന്റെ മുഖത്ത് നോക്കി ഇടിക്കാൻ വരുന്ന ഭാവത്തിലാണ് സംസാരിക്കുന്നത്. അതിനെ അംഗീകരിക്കാൻ ഇപ്പോൾ മനസ്സില്ല. എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് കട്ടായം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുറമേ വലിയ സൗന്ദര്യവും മേക്കപ്പും ഒക്കെ ഇട്ട് നടക്കുന്ന പല ആൾക്കാർക്കും ഉള്ളിൽ വൃത്തി ഉണ്ടാവില്ല എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രഥമമായ ഉദാഹരണമായിട്ട് തന്നെയാണ് ജാസ്മിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുക. ജാസ്മിൻ വൃത്തിയുടെ കാര്യത്തിൽ വളരെയധികം പിന്നിലാണ്. ഇപ്പോൾ ഈ വീട്ടിനകത്ത് പലയാവർത്തി ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഇന്ന് രാവിലെയും ആ പ്രശ്നം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ജിൻഡോയുടെ അതിനുള്ള അപ്രോച്ച്, ജിൻഡോ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്ന വാക്കുകൾ, അത് കഴിഞ്ഞ ദിവസം അൻസിബ ജിൻഡോയെ വിളിച്ചു മാറ്റിയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള മോശമായ വാക്കുകൾ പറയരുത്, ഇത് കണ്ടമാനം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇത് നാളെ നിങ്ങൾക്ക് വീണ്ടും പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ സമയത്ത് ജിൻഡോയും ജാസ്മിനും തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരേഖ വിളിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കരുത് ജിൻഡോ. ശരിക്കും ജാസ്മിനോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വാക്കുകളൊക്കെ അവിടെ പ്രശ്നമായി മാറും. പക്ഷേ ജിൻഡോ പറയുന്ന സമയത്ത്
അത് പ്രശ്നമായി മാറുകയല്ല, ആൾക്കാർ ജിൻഡോയെ ഗുണദോഷിക്കുകയാണ്. അതിന്റെ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ജിൻഡോയ്ക്ക് പുറത്തൊരു മാരക സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഈ വൈൽഡ് കാർഡ് എൻട്രീസിൽ കൂടി അകത്തുള്ള ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് എതിരായിട്ട് ജാസ്മിനെതിരെ എടുക്കുന്നത് പോലെ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായാൽ പുറം ലോകം അവരെ എതിർക്കും, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട് തന്നെ ജിൻഡോയുടെ അനീതികളെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ലോ ലെവലിലും ജാസ്മിൻ, ഗബ്രി അതുപോലെ ചില ആൾക്കാരുടെ ശബ്ദങ്ങളെയും അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുന്നത് മണിക്കൂറുകൾ നീളുന്ന ഒരു ഇഷ്യൂ ആക്കിക്കൊണ്ടുമാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എന്തായാലും കണ്ടന്റിന് യാതൊരു ക്ഷാമവുമില്ല. എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്ന സമയം വരെ ഗബ്രിയിലേക്കും ജാസ്മിനിലേക്കും മാത്രമായിട്ട് ഈ ഷോ ഒതുങ്ങിപ്പോകുന്നതിനുള്ള ഒരു മനംമടുപ്പ് ഭയങ്കരമാണ്. ആവർത്തന വിരസത, കണ്ടത് തന്നെ വീണ്ടും 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 കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബിഗ് ബോസിൽ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചാണക്യ തന്ത്രവും വലിയ ബുദ്ധിയും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന സിബിൻ പോലും ജാസ്മിൻ എന്ന് പറയുന്ന ഒരച്ചുതണ്ടിന്റെ ചുറ്റിലും മാത്രമാണ് കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. വേറൊരാളിനെ ടാർഗറ്റ് ചെയ്യാനോ മറ്റൊരു തരത്തിലുള്ള ഗെയിം അവിടെ പ്ലാൻ ചെയ്യാനോ ആർക്കും താല്പര്യമേ ഇല്ല. കാരണം മാക്സിമം പുറത്തുള്ള നെഗറ്റിവിറ്റി അത് അവരവർക്ക് വോട്ടാക്കി മാറ്റുവാൻ വേണ്ടി അവരവർ കിടന്ന് മത്സരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എത്രത്തോളം മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ജനം മടുക്കുകയാണ്. ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒക്കെ പേക്കൂത്തുകൾ കണ്ട് മടുത്തിരിക്കുന്ന ജനം വീണ്ടും 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 അവരിൽ മാത്രമായിട്ട് ഈ ഗെയിം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കി മാത്രമാണ്, പുതിയതായിട്ടൊന്നുമില്ല. ഇന്നലെ ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ തന്നെ ജാസ്മിൻ ഇന്ന് വീണ്ടും ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ജാസ്മിനോട് ഏത് തരത്തിലുള്ള നിലപാടുകളാണോ സ്വീകരിച്ചത് അത് തന്നെ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ മുൻപോട്ട് പോകുന്നത് അങ്ങേയറ്റം മടുപ്പുളവാക്കുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിനെയും ഗബ്രിയെയും ഒക്കെ നോമിനേഷനിലേക്ക് എടുത്തിടുക. ഈ രണ്ടാൾക്കാരെ ബിഗ് ബോസ് വീടിനകത്തുനിന്ന് പുറത്ത് കളയുക. ഇതും ഒരു വലിയ പ്രശ്നമാണ്. രണ്ടാൾക്കാരെ ബിഗ് ബോസ് വീടിനകത്തുനിന്ന് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ കണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സിബിനെതിരെ കളിക്കുവാൻ ഒരിക്കലും ജിൻഡോയ്ക്ക് താല്പര്യമില്ല. ജിൻഡോ അങ്ങനെ ചെയ്യത്തുമില്ല. കാരണം ജിൻഡോ ഇപ്പോൾ സിബിനെ മാക്സിമം പ്ലീസ് ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സിബിൻ വേറെ പല തന്ത്രങ്ങളുള്ള ആളാണ്. തൽക്കാലം ഇവിടെ ഒരു ഉള്ളത് കൊണ്ട് അതിൽ മാത്രം പിടിച്ചു നിൽക്കുവാനാണ് സിബിന് താല്പര്യം. ജിൻഡോയുടെ വായിൽ നിന്ന് പലപ്പോഴും വലിയ മണ്ടത്തരങ്ങൾ വന്ന് വീഴാറുണ്ട്. ഇന്ന് ജാസ്മിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നിന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുവാൻ വേണ്ടി ഞങ്ങൾ 6 പുലികളെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, നിങ്ങൾ കൊണ്ടുവന്നെന്നോ? അതേടി, ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആരാണ് ഈ ഞങ്ങളെല്ലാവരും? ഞങ്ങൾ ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൂടെ ചേർന്ന് നിങ്ങളെ ഇതിനകത്തുനിന്ന് ചവിട്ടി പുറത്താക്കുവാൻ വേണ്ടി 6 പേരെ ഇവിടെ തീരുമാനിച്ച് ഉറപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ കേട്ടോണ്ടിരിക്കാൻ പറ്റുക? ജിൻഡോയുടെ ഗെയിമിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. പല മേഖലകളിലും ജിൻഡോ കൊണ്ടുവരുന്ന പുതിയ പുതിയ സാധനങ്ങളോടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയുള്ള അൺപാർലമെന്ററി വേർഡ്സ്, മണ്ടത്തരങ്ങൾ, ഇതൊക്കെ ജിൻഡോയുടെ വായിൽ കൂടെ വരും. അതുകൊണ്ട് തന്നെ ജിൻഡോയോട് ഒത്തിരി അടുപ്പമുള്ള ആൾക്കാർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജിൻഡോയ്ക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അത് വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരാകുവാനാണ് ഇഷ്ടം, അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ നിങ്ങൾ ആരാകും എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് പല ആൾക്കാരും ജിൻഡോയുടെ പേര് തന്നെയാണ് പറഞ്ഞത്. അവിടെ നോറ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഒരവസരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയാകുവാൻ വേണ്ടിയാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ കാരണം ഇത്ര നാണവും മാനവും നിലവാരവും നിലപാടും അരികിലൂടെ പോകാത്തൊരു മനുഷ്യനാണ് BB6 ക്യാപ്റ്റൻ. ഒരു ക്യാപ്റ്റൻ അങ്ങനെ ആകരുത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടി എനിക്കൊരവസരം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജിൻഡോയായിട്ട് മാറും എന്നുള്ളതാണ്. അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജിൻഡോ തൻ്റെ വാക്കുകളെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നിലവാരം ഇച്ചിരിയും കൂടി ഉയർത്തുവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ജിൻഡോയ്ക്ക് ഒരു നല്ല കലക്കതിനകത്ത് കലക്കി മുൻപോട്ട് പോകുവാൻ സാധിക്കും. പല ആൾക്കാർക്കും ശക്തനായ ഒരു എതിരാളിയായിട്ട് മാറുവാൻ അദ്ദേഹത്തിന് കഴിയും. ഇല്ല, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളും വിടുവായ്ത്തരങ്ങളും തൻ്റെ വായിലൊന്ന് വീണ്ടും വീണ്ടും വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാണക്യ തന്ത്രവുമായിട്ട് വന്ന സിബിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ താമസമിന ജിൻഡോയെ അടിച്ചൊരു ഷെഡിൽ കയറ്റാനാണ് സാധ്യത. കാരണം ഇപ്പോൾ കൂട്ടായിട്ട് നിൽക്കുമ്പോൾ ഈ തുറന്നു പറയുന്ന പല കാര്യങ്ങളും അവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഉപയോഗിക്കേണ്ട ഒരു സ്ഥാനം വരും. ആ സ്ഥാനത്ത് ഉപയോഗിക്കുവാൻ വേണ്ടി എല്ലാം കരുതി വെച്ചിരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കാത്തിരുന്ന് കാണാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്.